ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ ദോശ ഉണ്ടാക്കി എടുക്കുകയാണ്. ചായ കുടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ രാവിലേക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്തു. അതുപോലെ തന്നെ നമ്മൾ ചുവന്ന ചട്നി അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ അക്ഷയ എല്ലാവരുടെയും ഒന്ന് അടിച്ച് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേഗം തന്നെ നമ്മൾ ചട്നിയും ദോശയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ പോയിട്ട് വേഗം തന്നെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞാൻ ചട്നി റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അശ്വിനും അക്ഷയും കൂടെ എന്തൊക്കെയോ ഇങ്ങനെ ഡിസ്കസ് ചെയ്യണം കേട്ടോ. അശ്വിൻ എന്തോ കാര്യമായിട്ട് ചേച്ചിയോട് വന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാനതെല്ലാം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് എല്ലാവിടെയും മഴയൊക്കെ കുറേശ്ശെ ഉണ്ട് അല്ലേ. നമ്മുടെ അവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലത്തെ വീഡിയോയിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അവിടെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു, ചൂടിനൊക്കെ ഒരു ആശ്വാസമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ചൂടിനൊരു ആശ്വാസമായിരുന്നെങ്കിലും ആ മഴ പെയ്തതുകൊണ്ട് നമുക്കൊരു കഷ്ടം പറ്റിപ്പോയിട്ടാ, നമുക്കൊരു ബുദ്ധിമുട്ടായിപ്പോയി. എന്താ പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ മോട്ടർ അങ്ങനെ വെള്ളം എടുക്കാണ്ടായി കേട്ടോ. നല്ല ഇടിയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ടി വി ഓണിലായിരുന്നു, ടി വി പോയി എന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ കറണ്ട് വന്ന് നോക്കിയപ്പോൾ ടി വിക്ക് കുഴപ്പമൊന്നുമില്ല, ടി വിയൊക്കെ നന്നായിട്ട് ഓടുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം പിന്നെ വൈകുന്നേരം കേട്ടോ നമ്മൾ മോട്ടർ ഇടാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോണ്ട് മോട്ടർ വെള്ളവും എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ നോക്കിയിട്ടും അത് ശരിയാവുന്നില്ല കേട്ടോ. പിന്നെ മോട്ടർ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. ആൾ വന്ന് നോക്കിയപ്പോണ്ട് അതിൻ്റെ ബോർഡ് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. അത് അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് അതിനൊരു സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ബോർഡ് മാറ്റേണ്ടി വരും. ബോർഡ് മാറ്റിയാൽ തന്നെ ചിലപ്പോൾ വെള്ളം കയറുമെന്ന് അറിയില്ല. അങ്ങനെ കയറില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക, ബോർവെല്ലിൽ നിന്ന് മോട്ടറൊക്കെ എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഒരു 1.5 കൊല്ലം മുമ്പാണ് നമ്മൾ നമ്മുടെ ബോർവെല്ലിൽ നിന്ന് ആദ്യമായിട്ട് മോട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്ത് നോക്കുമ്പോണ്ട് അത് കംപ്ലൈൻ്റ് ആയിട്ട് പിന്നെ നമ്മൾ പുതിയ മോട്ടർ 1.5 കൊല്ലം മുമ്പ് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കംപ്ലൈൻ്റ് ആയ പോലെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ എന്ത് ചെയ്യും, രാത്രി 8 മണി കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിക്കില്ല, മേല് കഴുകുക, അതിനൊന്നും വെള്ളമില്ല കേട്ടോ. തീർത്തും വെള്ളമില്ലാണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എന്താ പറയുക, തറവാട് വീടുണ്ട് കേട്ടോ തൊട്ട്, അവിടുന്ന് പിന്നെ ഏട്ടൻ പോയി പിന്നെ വെള്ളമൊക്കെ ഓസ് കടയിൽ പോയി വാങ്ങിയിട്ട് വന്നു കേട്ടോ. പുതിയ ഓസ് വാങ്ങിയിട്ട് വന്നു. ഇതിന് മുമ്പ് 1-2 പ്രാവശ്യം ഇങ്ങനെ മോട്ടർ വെള്ളം എടുക്കാത്ത സമയത്ത് നമ്മൾ അവിടുന്ന് പൈപ്പിൽ നിന്ന് ഈ മതിൽ വഴി ഇപ്പുറത്തേക്ക് വെള്ളം കോരുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഒരുപാട് നേരമായപ്പോൾ എന്ത് ചെയ്തു, എന്നാൽ പിന്നെ ഒരു ഓസ് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞ ഓസൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് പിന്നെ അവിടുന്ന് വെള്ളം എല്ലാവിടേക്കും പിടിച്ച്, അതുപോലെ പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴേക്കൊക്കെ ഒരുപാട് സമയം എടുത്തു കേട്ടോ. മഴ പെയ്ത കാരണം നമുക്ക് ഒരു ബുദ്ധിമുട്ട് പറയാനും പോരാ, വല്ലാത്തൊരു ബുദ്ധിമുട്ടായി കേട്ടോ. വെള്ളമില്ലെങ്കിൽ നമുക്ക് ഒരു പണിയും നടക്കില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ശരിയെന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ കിടന്നു. ഞാൻ പിന്നെ രാവിലെ മെല്ലെയാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ടെൻഷനായിരുന്നു കേട്ടോ. ഇനി രാവിലെ പോയിട്ട് ആ സാധനം വാങ്ങിയിട്ട് വന്നിട്ട് വെച്ചിട്ട് വേണം അത് മോട്ടറിൻ്റെ കംപ്ലൈൻ്റ് ആണോ അതേ ബോർഡിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഈ ബക്കറ്റിലൊക്കെ നിറച്ച് വെളിയിലായിരുന്നു കേട്ടോ പാത്രമൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ അതുപോലെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെളിയിൽ കൊണ്ട് കഴുകുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നേരം വരെ അവർ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകിയതിന് ശേഷം പിന്നെ എന്താ പറയുക, ചോറ് വെക്കേണ്ട പരിപാടിയിലൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് നടക്കട്ടെ. ഇല്ലയെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇനിയിപ്പോൾ വെള്ളം എന്താ പറയുക, ബോർവെല്ലിൽ നിന്ന് അതൊക്കെ മാറ്റുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. എന്താ പറഞ്ഞാൽ അതെന്തായാലും ഒരു 2 ദിവസം പിടിക്കും. അപ്പോൾ പിന്നെ വീട്ടിൽ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ബോർവെല്ല് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിന് വീണ്ടും ബുദ്ധിമുട്ടാകുമല്ലോ അപ്പോൾ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഏതായാലും നമ്മൾ ഉച്ചക്കലിക്കുള്ള ഭക്ഷണമൊക്കെ വെച്ച് നോക്കാം. ഇന്നത്തെ ഒരു ദിവസം നോക്കാം. അവർ വന്ന് നോക്കിയതിന് ശേഷം എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചോറ് വയ്ക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് അതൊക്കെ തിളച്ച് മാറ്റിക്കൊണ്ട് വെച്ചു. പിന്നെ കൂട്ടാൻ വയ്ക്കാനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുത്തു കേട്ടോ. ഞാൻ ചുരക്കയാണ് കേട്ടോ കൂട്ടാൻ വയ്ക്കുന്നത്. ചുരക്ക നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മല്ലിയും മുളകും വറുത്തതാണ് കേട്ടോ. വറക്കുന്ന സമയത്ത് കുറച്ച് വെള്ളമല്ല എണ്ണ കൂടിപ്പോയിട്ടോ, അതുകൊണ്ട് അങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ചുരക്ക
വെന്ത് വരട്ടെ കേട്ടോ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചെറിയുള്ളി ചേർക്കാൻ മറന്നു എന്ന്. പിന്നെ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വിടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചുരക്ക നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ചുരക്ക നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. അധികം വേവൊന്നുമില്ല നമ്മുടെ ചുരക്കയ്ക്ക്. ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചുരക്ക നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ വെന്ത് വന്നിട്ടുള്ള ചുരക്കയിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങയും അരക്കപ്പ് തേങ്ങയും ഒരു അര സ്പൂണ് ജീരകവും കൂടെ അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പരിപ്പ് വേവിച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇത് നാടൻ ചുരക്കയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചുരക്കയ്ക്ക് നല്ലൊരു മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റായിരുന്നു. ഈ കറി നമ്മുടെ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ. നമ്മൾ ഇങ്ങനെയുള്ള കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ദോശയുടെ കൂടെ കഴിക്കും കേട്ടോ. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണയും കടുകും കൂടെ താളിച്ചിട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ അതേ ചീനിച്ചട്ടി തന്നെ കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് പിന്നെ നമ്മൾ വാഴയ്ക്കും നമ്മുടെ പയറും കൂടെ ചേർത്ത് കൊടുത്ത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഞാൻ വേവാൻ വെച്ചതിന് ശേഷം പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പേരിക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം അങ്ങോട്ട് തെളിച്ച് കൊടുക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ എണ്ണയിൽ കിടന്നിട്ട് വെന്ത് വന്നാലും മതി. അപ്പം നമ്മൾ മല്ലിയും മുളകും വറുത്തിട്ടുള്ള പാത്രത്തിലാണ് കേട്ടോ നമ്മൾ കടുക് വറുക്കലും അതുപോലെ ഉപ്പേരി താളിക്കലും ഒക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതിന് ശേഷം ഞാൻ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കൊണ്ട് വെച്ച് കൊടുത്തു കേട്ടോ. ഈ സമയം നമ്മുടെ അക്ഷയ മാങ്ങ തോലൊക്കെ കളഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കഴിച്ച് നോക്കണം. നല്ല നാടൻ മാങ്ങയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതൊന്ന് കഴിച്ചു കേട്ടോ. ഇതിനുള്ളിൽ നമ്മുടെ ബോർവെല്ലൊക്കെ നോക്കാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ കണ്ടോ, ഈ അണ്ടാവിൽ ഞാൻ വെള്ളം നില പിടിച്ച് വെച്ചതായിരുന്നു. അതുപോലെ സാധനങ്ങളൊക്കെ ഈ ബക്കറ്റിൽ നിന്ന് മാറ്റി അവിടെ വെച്ചിട്ട് ഈ ബക്കറ്റിൽ വെള്ളം ഇതുപോലെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓസ് ഇന്നലെ വാങ്ങിയിട്ട് വന്നത്. അതിന് ശേഷം നമ്മൾ പിന്നെ അതെല്ലാം ഒന്ന് വൃത്തിയായിട്ടൊന്ന് മടക്കി വെച്ചതാണ് കേട്ടോ. അതാ കാണുന്നതാണ് നമ്മുടെ തറവാട് വീട്. അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ വീണ്ടും കുറേ പാത്രത്തിലൊക്കെ നമ്മൾ വെള്ളം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞു വരുന്നത് പറഞ്ഞാൽ ഈ സമയം നമ്മൾ ചോറും കറിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ബോർവെല്ല് നോക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കിയപ്പോൾ നമ്മുടെ ബോർഡിന് ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്നറിയില്ല. ഇന്നലെ നോക്കിയപ്പോൾ ശരിയായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ അത് ശരിയായി. എന്നിട്ട് നമ്മൾ എന്താ പറയുക പുതിയ ബോർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഴയ ബോർഡ് മാറ്റി പുതിയ ബോർഡ് സെറ്റ് ചെയ്ത് വെള്ളമൊക്കെ അടിച്ച് തന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ നമ്മുടെ വെള്ളമൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്ന പാത്രമൊക്കെ കഴുകിയിട്ടുണ്ടാകും. അതിൽ വെള്ളം ഏകദേശമൊക്കെ നമ്മൾ എടുത്ത് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴുകി വെച്ചതാണ്. ഈ സമയം നമ്മുടെ അശ്വിൻ കോഴിമുട്ട ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ അക്ഷയ ഷാജി പാപ്പനിലെ ഒരു കോമഡി പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിൽ നമ്മുടെ എന്താ പറയുക അറക്കൽ അബുവിൻ്റെ ഒരു ഹിന്ദി ഉണ്ടല്ലോ, അത് കേട്ടപ്പോൾ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ആ പടം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. മിക്കവാറും ആ പടം നമ്മൾ ടി വിയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് കാണാറുണ്ട് കേട്ടോ. അവിടെ ആ ഒരു ഹിന്ദി പറച്ചിലും പാപ്പൻ്റെ ആ ഡയലോഗൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അശ്വിന് സിനിമകളിൽ അധികം സിനിമയൊന്നും അവൻ കാണില്ല കേട്ടോ. അവൻ കൂടുതലും കാർട്ടൂണാണ് കാണുക. പക്ഷേ പാപ്പൻ്റെ പടമാണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ കോമഡി കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുന്നതിനിടയിൽ ആങ്ങളെയും പെങ്ങളും കൂടിയിട്ട് കോഴിമുട്ടയൊക്കെ വറുത്ത് തരുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മുട്ട വറവിൽ തേങ്ങയൊക്കെ ചേർത്ത് ഒക്കെ ഒന്ന് റെഡിയാക്കി തരാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും കൂടെ കോഴിമുട്ടയൊക്കെ വറുത്ത് തന്നു. അതിനുശേഷം ഞാൻ പിന്നെ അവിടെ അടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ നമ്മുടെ ഭക്ഷണമൊക്കെ ഒന്നും കൊണ്ടുവന്ന് ഉമ്മർത്തുകൊണ്ട് വെച്ചിട്ട് ഭക്ഷണം കഴിക്കണം കേട്ടോ.
എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ, ഞാനും വെള്ളവും തമ്മിൽ അധികം ചേരില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും സന്തോഷേട്ടൻ പറയും എൻ്റെ അടുത്ത്, നിനക്ക് വെള്ളത്തിൽ എപ്പോഴും കണ്ടോണോ പറയും കേട്ടോ. അപ്പോൾ അത് കാര്യം ശരി തന്നെയാണ് കേട്ടോ. വേനൽക്കാലമാകുമ്പോൾ എനിക്ക് വെള്ളമില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാകും, മഴക്കാലമാകുമ്പോൾ ഇതിങ്ങനെ ബുദ്ധിമുട്ടാകും. എപ്പോഴും വെള്ളവും ഞാനും കൂടെ അധികം ഒരു ചേരാത്തൊരവസ്ഥയാണ് കേട്ടോ. നമ്മുടെ അശ്വിൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, വീഡിയോ ഓഫ് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് 12:15 പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.